ട്രംപണ്ണൻ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചാണകം കൊണ്ടുപോണ വണ്ടിയിലും കോഴിക്കാട്ടം കൊണ്ടുപോണ വണ്ടിയിലൊക്കെ കയറിയിട്ട് യാത്ര ചെയ്യേണ്ടി വരും. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത് വന്നിട്ടുള്ളൊരു റിപ്പോർട്ട് ഉണ്ട്. അതായത് ഈ ഇപ്പം അടുത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചല്ല, അതായത് തുർക്കിയിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായപ്പോൾ അന്ന് അവിടെ ഇവരുടെ ഈ എയർഫോഴ്സ് 1 വിമാനത്തിലാണ് ട്രംപ് വന്നിറങ്ങിയത്. പക്ഷേ ട്രംപ് തിരിച്ചു പോയത് ആ ട്രക്കിലും ആ വിമാനത്തിലും ഒന്നും അല്ല. പകരം കാറ്ററിംഗ് ട്രക്കിന്റെ ഉള്ളിൽ ഭക്ഷണപ്പെട്ടികൾക്കിടയിൽ കയറ്റി വെച്ചിട്ട് അവിടെ നിന്ന് ചെറിയ വിമാനത്തിലേക്ക് മാറ്റി ആ വിമാനത്തിലാണ് പുള്ളി യാത്ര തിരിച്ചേ എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് കൊണ്ട് തന്നെ ഇറാനോടുള്ള പേടി, ഇറാനോടുള്ള ഭയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയേ. അതുകൊണ്ട് ആ റീജിയനിലൂടെയൊക്കെ ഇനിയിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ചാണകം കൊണ്ടുപോകുന്ന വണ്ടിയിലും കോഴിക്കാട്ടം കൊണ്ടുപോകുന്ന വണ്ടിയിലും വളം കൊണ്ടുപോകുന്ന വണ്ടിയിലൊക്കെ ഇനിയിപ്പോൾ യാത്ര ചെയ്യേണ്ട അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. സെക്യൂരിറ്റി മെഷേഴ്സും സാധനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, കാറ്ററിംഗ് വണ്ടിയിലാണെങ്കിൽ കാറ്ററിംഗ് വണ്ടിയിൽ പൊക്കോ എന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം പേടിയുണ്ട്, അതായത് ഈവൻ അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു വിമാനമായിട്ട് പോലും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ തലവനായിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് പരിതാപകരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അതായത് കരിങ്കടലിന് മുകളിൽ എത്തുന്നത് വരെ ഈ ഫ്ലൈറ്റിന്റെ ഈ പറയുന്ന നാവിഗേഷൻ സിസ്റ്റം സാധനങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻഡോസ് താഴ്ത്തി വെച്ചിട്ടാണ് ഈ ഫ്ലൈറ്റ് പറന്നു പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ യാത്രക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിമാനത്തിലേക്ക് ആക്ച്വലി കയറി പോകുന്നതും ഈ വിമാനത്തിലെ ട്രംപ് നിൽക്കുന്നതും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് ഈ നാറ്റോന്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത്. അപ്പൊ അതിന്റെ ഫോട്ടോഗ്രാഫ്സും അതിന്റെ വീഡിയോഗ്രാഫ്സ് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് ഇങ്ങേര് ഈ പറയുന്ന കാറ്ററിംഗ് ട്രക്കിൽ യാത്ര ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കയറ്റിയതിന് ശേഷം വേറെ ആരും അറിയാതെ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാർ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഇവിടുന്ന് മാറ്റിയ കാര്യം. അപ്പൊ അങ്ങനെ ആൾക്കാർ അറിയാതെ ആ ഫ്ലൈറ്റിനകത്തുനിന്ന് തന്നെ ഈ പറയുന്ന ഫുഡിന്റെ ഈ പറയുന്ന എന്താ പറയുക കാറ്ററിംഗ് ട്രക്കിനകത്തോട്ട് കയറ്റിയിട്ട് ആ പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചിട്ട് എന്താ പറയാ അവിടുന്ന് വേറൊരു വിമാനത്തിലേക്ക് മാറ്റിയിട്ടാണ് ട്രംപ് നാട് വിട്ടു പോയേക്കുന്നത്. അപ്പൊ ആ A1 വിമാനം ട്രംപ് ഇല്ലാണ്ട് ഒറ്റക്കാ പറന്നു പോയേ. അത്രയും നേരം അതിലുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ട്രംപ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇറാൻ എങ്ങാനും പോയി പൊട്ടിച്ചിരുന്നെങ്കിൽ എന്താ പറയാ ആ ആൾക്കാർ തീർന്നു പോയേനെ എന്നുള്ള അവസ്ഥ. എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈവൻ തോ ചെയ്യുന്ന പരിപാടികളൊക്കെ മണ്ടത്തരമാണെങ്കിൽ കൂടെ ആ രീതിയിൽ രാജ്യത്തിലുള്ള തലവന്മാരെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നൊന്നും ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. സെക്യൂരിറ്റി മെഷറൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് ഒന്നും പറയാനില്ല. പക്ഷേ ഈ പറയുന്ന ലോകത്തിലെ മിലിറ്ററി ജയന്റ് എന്താ പറയാ ന്യൂക്ലിയർ ആദ്യ പ്രസിഡന്റ് ആകുമ്പോൾ തന്നെ ന്യൂക്ലിയർ ബട്ടന്റെ റിമോട്ടാണ് കയ്യിലേക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല ആരോ പാട്രിയോട്ട് അയൺ ഡോം പോലെയുള്ള സിസ്റ്റങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിസൈലും എയർക്രാഫ്റ്റുകളും ഡിസ്ട്രോയേഴ്സും എല്ലാ സകല മാങ്ങാത്തൊലിയുള്ള രാജ്യം. അവർക്ക് ഈ രീതിയിലുള്ള ടാക്ടിക്സ് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും കോമഡി കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതിനെ ചെറുതായിട്ടല്ല അമേരിക്ക കൺസിഡർ ചെയ്യുകയും അമേരിക്ക എടുക്കുകയും ചെയ്യുന്നത് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്.